ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോണത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾക്കും ഒരു യൂട്യൂബർ ആകാൻ താല്പര്യമുണ്ടോ, ഇല്ലെങ്കിൽ ഒരു യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു മികച്ച യൂട്യൂബർ ആവാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ യൂട്യൂബിൽ മറ്റ് പല ആൾക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ കാണും. യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, മറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ചില ആൾക്കാർക്കൊക്കെ പിടികിട്ടും, ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവാതെയൊക്കെ വരും. അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ ഞാൻ ഈ യൂട്യൂബിൽ വന്ന സമയത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് പോയ സമയത്ത് പലരുടെയും വീഡിയോ ഇട്ട് എനിക്കൊന്നും പിടികിട്ടിയില്ല. വളരെ സിമ്പിളായിട്ടൊന്നും ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. എന്തൊക്കെയോ പറയുന്നു. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി പോലും വലിയ ലെങ്ത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തീർത്തു തരാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുള്ളായിരിക്കും. യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, യൂട്യൂബിലിപ്പം വന്ന് കഴിഞ്ഞവർക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടു Z കാര്യങ്ങൾ, വീഡിയോ അപ്ലോഡ് ചെയ്യുക, റീച്ച് ഉണ്ടാക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ വന്ന സമയത്താണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ഈ യൂട്യൂബിൻ്റെ വീഡിയോ ചെയ്യുന്നവരുടെ പല കമൻറ്റ് സെക്ഷനിലും പോയിട്ട് ഒന്നിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട് എന്നും പറഞ്ഞൊരു കമൻ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന. ദയവ് ചെയ്ത് അത് നിർത്തുക. അത് ശരിയായ ഒരു കാര്യമല്ല. നമ്മുടെ ഷോർട്ട് വീഡിയോയോ ലോങ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് മതി നമുക്ക്. അതാണ് ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞത്. അതാണ് ആത്മാർത്ഥം എന്ന് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ട് നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് മതി നമുക്ക്. നമ്മുടെ വർക്ക് മികച്ചതാവുമെങ്കിൽ നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും കിട്ടും. പക്ഷേ ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക, നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരടുത്തും പോയി പറയാൻ വേണ്ടി നിൽക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊരിക്കലും. നമ്മളെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് കഴിവെന്ന് പറഞ്ഞത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിൽ വന്ന പോലെ ആരും അങ്ങനെ കമൻറ്റ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി നിൽക്കേണ്ട. അതൊരു ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ആ ഒരു കാര്യം വെച്ച് നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രം സബ്സ്ക്രൈബർ നേടാൻ വേണ്ടി ശ്രമിക്കുക. ആരുടെയും പറഞ്ഞ് ചെയ്യിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് ഒന്നും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ആൻഡ്രോയിഡ്, ഐഫോൺ യൂസേജിലൊക്കെ യൂട്യൂബ് ആഡഡ് ആയിട്ടാണ് ഫോൺ വരുന്നത്. ആദ്യം നിങ്ങൾ യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഇൻ്റർഫേസ്, ഒരു സംഭവം തെളിഞ്ഞ് വരും. ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് ഞാൻ നോക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡ് നോക്കാൻ നേരത്ത് അവിടെ ഒരു റൗണ്ട് കണക്കത്തൊരു സിമ്പിൾ കാണും. ആ ഒരു റൗണ്ട് ഒരു സിമ്പിൾ നിൽക്കാൻ നേരത്ത് ഇങ്ങനൊരു സംഭവമാണ്. അവിടെ ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പേരാണ് വെക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെയിമായിട്ടും യൂസർ നെയിമായിട്ടും വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതെല്ലാം ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് ഫോൺ നമ്പർ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കത്തില്ല. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഒരു സംഭവിച്ചു. നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, ഒരു OTP വരും. അത് സാമാന്യം അതങ്ങ് നേരെയായിട്ട് വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം, വീഡിയോ അപ്ലോഡിങ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകണം. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്ന കാര്യം 100% ഉറപ്പായ കാര്യം തന്നെയാണ്. യൂട്യൂബിലേക്ക് ആദ്യം കടന്നു വരുന്ന ചില ആൾക്കാർക്കാണെങ്കിൽ അധികം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല. അവർക്കും വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തെറ്റായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം ഈ ഒരു കാര്യം. ഓക്കെ, ആദ്യമേ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡിങ് ചെയ്യണം. ഫേസ് കാണിച്ചുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയേണ്ടത്. യൂട്യൂബിനകത്താണെങ്കിൽ ലോങ് വീഡിയോസും ഉണ്ട്, ഷോർട്ട് വീഡിയോസും ഉണ്ട്. 2 ടൈപ്പിലാണുള്ളത്. ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്ക് എത്ര ഒരു ലെങ്ത്തിലാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാക്സിമം ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു 20 മിനിറ്റിന് പുറത്തൊക്കെ മസ്റ്റായിട്ടും വീഡിയോ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഷോർട്ട് വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ 3 മിനിറ്റാണ് യൂട്യൂബ് പൊതുവേ പറയുന്നത്. അതാണ് ഷോർട്ട് വീഡിയോയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള എത്ര ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരു
വ്യൂ വരുന്നില്ല, അല്ലെങ്കിൽ 10 പേര് പോലും കാണുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റൊക്കെ നിങ്ങൾക്കുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഷൂട്ടിംഗ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ടാണ് കാണുന്നത്. അതാണ് നിങ്ങൾക്ക് അങ്ങനെ വരാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് പൊതുവെ ഒരു കാര്യം പറയണം. നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബിൽ നിങ്ങളുടെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യമേ എല്ലാവർക്കും അറിയാതെ പറ്റുന്നൊരു കാര്യമാണ് ഫോൺ ഇങ്ങനെ പിടിച്ചായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ രീതി ഒരിക്കലും ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇത് ഷോർട്ട് വീഡിയോസിന് മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഫോൺ ഇങ്ങനെ പിടിക്കുക. ഈ ഒരു ഫോർമാറ്റിൽ പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു ക്യാമറ നോക്കിയിട്ട് സംസാരിക്കുക. ക്യാമറ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നോക്കി നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ കണ്ണ് ഒരിക്കലും അങ്ങോട്ട് മാറരുത്. നിങ്ങൾ അവിടെ നോക്കി വേണം നിങ്ങൾ സംസാരിക്കേണ്ട. ഇത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഇങ്ങനെയും, ലോങ് വീഡിയോ ആണെങ്കിൽ ഇങ്ങനെയും വേണം ഫോൺ വെച്ചിട്ട് ഇതിൻ്റെ ക്യാമറയിൽ നോക്കി വേണം നിങ്ങൾ സംസാരിക്കേണ്ട. ഒരു രീതിക്കും മാറിപ്പോകരുത്. അത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ നല്ല സൗണ്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന സ്ഥലത്താണ് ഇരുന്ന് സംസാരിക്കേണ്ട. ഞാൻ പൊതുവെ ഒരു കാര്യം പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ശബ്ദമോ കാര്യങ്ങളോ ഒക്കെ വരുന്ന ഒരു സ്പേസും നിങ്ങളെടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. പൊതുവെ നിങ്ങൾക്ക് ഇത് കണക്കൊക്കെ ഈ ഒരു ഭിത്തിയൊക്കെ വരുന്ന സ്പേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും രീതിക്കുള്ള വല്ല കാക്കകൾ കരുന്നതോ അല്ലെങ്കിൽ കാറ്റ് വീശുന്നതോ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ള സ്ഥലത്ത് മാക്സിമം വീഡിയോ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് ഇതേ കണക്കുള്ള സ്പേസൊക്കെ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടെത്തി നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ റൂമിനകത്തായിരിക്കാം, നിങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടായിരിക്കാം, അവിടെയൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അധികം കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. ഇൻഷോട്ട് ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഷോട്ടിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നത്. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടി, വോളിയം കൂട്ടാൻ വേണ്ടിയൊക്കെ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയും, ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയതായി ഇങ്ങനെയുമാണ് ഫോൺ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ ലോങ് വീഡിയോ എടുക്കുന്ന ചില ആൾക്കാരൊക്കെ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാറുണ്ട്, ലോങ് വീഡിയോ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇതിൽ പിടിച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അത് തെറ്റായ ഒരു ഫോർമാറ്റാണ് യൂട്യൂബിനെ അപേക്ഷിച്ച്. അങ്ങനെ എടുക്കരുത്. ആ ഒരു വീഡിയോ പോലും യൂട്യൂബ് ഷോർട്ട് വീഡിയോ കാറ്റഗറി മാത്രമേ കൂട്ടത്തുള്ളൂ. നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഫുൾ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? അതിനാണ് വീഡിയോ ഇങ്ങനെ എടുക്കണമെന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു മെയിൻ മെത്തേഡെന്ന് പറയുന്നത്. അങ്ങനെ മാത്രമേ ഷൂട്ട് ചെയ്യൂ. എന്നിട്ട് ആ ഒരു ക്യാമറയുടെ നിങ്ങളെ ഫ്രണ്ട് ക്യാമറ എവിടെയാണെങ്കിലും അവിടെ നോക്കി നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ ബാക്ക് ക്യാമറ വെച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നാൽ പോലും ഇങ്ങനെ വെച്ച് എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ട. ഇങ്ങനെ വെച്ചൊരിക്കലും എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതും ഇങ്ങനെ വെച്ച് മാത്രമേ എടുക്കാവൂ. എന്നാലേ ഈ ഒരു സ്ക്രീൻ ഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യമാണ് ഞാൻ പൊതുവേ പറയുന്നത്. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഈ രീതിക്ക് കറക്റ്റ് വീഡിയോ എടുത്ത് നിങ്ങൾ അത്യാവശ്യം ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും വോളിയം ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരിക്കലും വോയിസ് വരാത്ത രീതിക്കുള്ളൊരു സ്പേസ് കണ്ടെത്തി വേണം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഇൻഷോട്ടിൽ പോവുക. അവിടെ ചെന്നിട്ട് ഈ വീഡിയോയിൽ ഇൻഷോട്ടിൻ്റെ ഒരു വോളിയം 200, മാക്സിമം 200 വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുക, കോൺട്രാസ്റ്റ് കൂട്ടി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും അങ്ങനെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു കണക്കിന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ നേരത്ത് അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 50 സെക്കൻഡ് വരെയാണ് അതിൻ്റെ ലെങ്ത്ത് മാക്സിമം വരേണ്ട. 50 സെക്കൻഡുള്ള ഷോർട്ട് വീഡിയോസൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത്. അത്ര ലെങ്ത്തിലാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ 15-30 സെക്കൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 50 സെക്കൻഡാണ് മാക്സിമം ഉള്ള ഒരു ഇതായിട്ട് യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്റ്റാറ്റസ് ക്രിയേറ്റർ ആയിരിക്കാം, നിങ്ങൾക്കൊരു മൂവി സീനൊക്കെ ആഡ് ചെയ്യണം യൂട്യൂബിനകത്ത്. അതാണ് നിങ്ങളുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ പ്രധാനമായിട്ടും പറഞ്ഞ രണ്ട് ടഫ് കാര്യമാണ്. ഒന്ന് കോപ്പിറൈറ്റും റീയൂസ്ഡ് കണ്ടൻറ്റും എന്ന് പറഞ്ഞ സംഭവം വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെലിബ്രിറ്റിയുടെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്തു. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് മിക്സായ ഒരു വീഡിയോക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതെങ്ങനെയെന്ന് അറിയാവോ? ആ കോപ്പിറൈറ്റ് വരാൻ വേണ്ടി കാരണം അതിലുള്ള ആ ഒരു സോങ് ആണ് പ്രശ്നം. അതാണ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത്. റീയൂസ്ഡ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരു എഡിറ്റിങ് പോലും ചെയ്യാതെ അത് അതേ കണക്ക് എടുത്ത് യൂട്യൂബിൽ കൊണ്ടാടി ആ കണ്ടൻറ്റ് അതിന് മുമ്പേ യൂട്യൂബിൽ വന്ന് കാണും. അതാണ്
റീയൂസ്ഡ് കണ്ടൻറ്റ്, ആ സോങ് പോലും ചേഞ്ച് ചെയ്യാതെ നിങ്ങളുടെ അടുത്ത് ആഡ് ചെയ്യും. അപ്പോൾ അത് റീയൂസ്ഡ് കണ്ടൻറ്റ് ആയിട്ട് തന്നെയാണ് മാറുന്നത്. അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ പരിപാടിയാണ്. ഇപ്പം നിങ്ങൾക്കൊരു സെലിബ്രിറ്റിയുടെ ഒരു വീഡിയോ, ഒരു റീല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റിയാണ്, അത് നിങ്ങൾക്ക് യൂട്യൂബിലിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അങ്ങോട്ട് എടുക്കുക, ഇൻഷോട്ട് ഓപ്പൺ ആക്കുക, ഇൻഷോട്ടിലേക്ക് ഈ വീഡിയോ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്നങ്ങ് കുറയ്ക്കുക. കംപ്ലീറ്റ് സൗണ്ട് അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ അങ്ങ് സേവ് ചെയ്യുക. വിത്തൗട്ട് സൗണ്ട് ആ ഒരു വീഡിയോ നിങ്ങളങ്ങ് സേവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന പാട്ട് ഏതാണ്, അത് എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്ത് വെച്ചിട്ട് യൂട്യൂബിൻ്റെ ഷോർട്ട് സെക്ഷനോ, അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആണ് പറഞ്ഞത്, ഷോർട്ട് സെക്ഷനിൽ പോയിട്ട് അവിടെ ആഡ് മ്യൂസിക് എന്നൊരു സംഭവമുണ്ട്. അവിടെ ചെന്നിട്ട് ഈ സോങ് അവിടെ തന്നെ കാണും. അതാണ് യൂട്യൂബ് ലൈബ്രറി എന്ന് പറയുന്നത്, സോങ് ലൈബ്രറിയാണത്. അവിടെ ഇത് കാണും. അവിടെ നിങ്ങൾ ഈ സോങ് എടുക്കുക, നിങ്ങൾക്ക് ആ പോർഷൻ സെലക്ട് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സിൻ്റെ ഷോർട്സ്, വൈറലാവുന്ന സോങ്സിൻ്റെ ഷോർട്സ്, ഇതെല്ലാം ഈ രീതിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് വേണം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ലിങ്ക് കോപ്പി ചെയ്തിട്ട് അത് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ കൊണ്ടുപോയിട്ട് അവിടെ യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ കൃത്യം പറഞ്ഞാൽ രണ്ടാമത്തെ റിസൾട്ട് അവിടെ ഞെക്കിയിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് 720p എന്ന് പറഞ്ഞൊരു ഫോർമാറ്റാണ് ഏറ്റവും യൂസ്ഫുൾ. അതാണ് ഏറ്റവും ബെറ്റർ ഫോർമാറ്റാണ്, ഹൈ ക്വാളിറ്റി സാധനമാണ് 720p. 180p എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 720p മതി, നമുക്ക് ഷോർട്ട് വീഡിയോ അത്രയും ഫോർമാറ്റ് മതി. അങ്ങനെ നിങ്ങൾക്ക് എന്നിട്ട് ഈ യൂട്യൂബിൽ നിന്ന് ആഡ് മ്യൂസിക് നിങ്ങൾക്ക് ഇതാക്കിയാൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്തായാലും കിട്ടത്തില്ല. നിങ്ങൾ എഡിറ്റിംഗ് ചെയ്ത് ഇടുന്ന സാധനമാണ്. യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഈ സോങ് വരുന്നത്. അപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാതെ ആഡ് ചെയ്യുമ്പോഴാണ് കോപ്പി റൈറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തോരം ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പല മൂവി സീൻസ് അല്ലെങ്കിൽ സോങ്ങുകളുടെ ലേറ്റസ്റ്റ് വൈറൽ സെക്ഷൻസ്, വൈറൽ സോങ്സ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം പൊതുവേ പറയാം, നിങ്ങൾക്കിപ്പം ഒരു ജോലിയായിട്ടില്ല, യുവാക്കൾ ജോലിയൊന്നും ആവാതെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എത്ര അന്വേഷിച്ചിട്ടൊരു ജോലി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ്, അത് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള സിനിമയായിരിക്കാം, കുക്കിംഗ് ആയിരിക്കാം, ഫാഷൻ ആയിരിക്കാം, വ്ളോഗായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ക്രേസ് ഉണ്ടെങ്കിൽ ചിലപ്പം ബൈക്ക് സംബന്ധപ്പെട്ട വാഹനങ്ങളുടെയൊക്കെ ഒരു സെക്ഷനായിരിക്കാം, എന്ത് വേണോ ആയിക്കൊണ്ട് പോട്ടെ. നിങ്ങൾക്ക് ജോലിയൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഒരു ബെറ്റർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇപ്പോൾ ശമ്പളക്കുറവിനൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അത് ചുമ്മാ ഒരു നിസ്സാരപ്പെട്ട കളിയല്ലേ ഇത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഒരു കഴിവും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ YT സ്റ്റുഡിയോ എന്നൊരു സംഭവമുണ്ട് യൂട്യൂബിനകത്ത്. അതാണ് യൂട്യൂബിൽ നമ്മളെ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വരുന്ന സംഭവമാണ്. സബ്സ്ക്രൈബർ എത്രയാണ്, വാച്ച് ടൈം എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് കാണിക്കുന്നത്. മോണിറ്റൈസേഷൻ എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടത്തുള്ളൂ. അതിന് പൊതുവെ അവർ പറഞ്ഞതാണ് 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറാണ് പൊതുവെ പറഞ്ഞത്. പിന്നെ 100 ലക്ഷം എന്ന് പറഞ്ഞ ഒരു വ്യൂ ഷോർട്ടിൽ വേണം, അതും 1000 സബ്സ്ക്രൈബറും പറഞ്ഞുകൊണ്ട് 30 ലക്ഷവും 500 സബ്സ്ക്രൈബേഴ്സിന് വരെ ഇവിടെ മോണിറ്റൈസേഷൻ നിസ്സാരമായിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് 3000 വാച്ച് ടൈമാണുള്ളത്. അതും ഒരു ക്രൈറ്റീരിയയാണ്. പക്ഷേ നമുക്കതൊന്നും വേണ്ട. നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം, 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും നിങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ അങ്ങനെ ശ്രമിച്ച് നോക്കുക. ലോങ് വീഡിയോയൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് റീച്ച് ആവുമെങ്കിൽ അത് കിട്ടാവുന്നതേ ഉള്ളൂ. കൂടിയ 2 മാസം അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ ഇവിടെ മോണിറ്റൈസേഷൻ ആവുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മോണിറ്റൈസേഷൻ അതാണ് എൻ്റെ ക്രൈറ്റീരിയ. 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബർ. പിന്നെ നിങ്ങളുടെ വീഡിയോ ഫ്രഷ് കണ്ടൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഈ ഫോണിൻ്റെതേ ഈ ഒരു ഫോർമാറ്റും ആ ഒരു ഐ കോണ്ടാക്റ്റും ഇങ്ങനെ വെച്ചെടുക്കാതെ ഇങ്ങനെ വെച്ച് വേണം വീഡിയോ എടുക്കേണ്ട. അങ്ങനെയൊക്കെ എടുക്കാൻ നേരത്തെ ആ വീഡിയോയിലുള്ള സൗണ്ട് എഫക്റ്റ്, കാരണം യൂട്യൂബ് വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരുപാട് പേരിലേക്ക് വീഡിയോ വരും. പിന്നെ നിങ്ങളുടെ ഒരു വീഡിയോ റീച്ച് ആവാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയിൽ വ്യൂ കുറയും. അത് 1-2 വ്യൂ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ലോങ് വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിപ്പോവും. അപ്പം നിങ്ങൾക്ക് ചില സംശയം, എന്താ ഈ ഷോർട്ടിൽ ഇങ്ങനെ വീഡിയോ വരാത്ത? അത് കാര്യമൊന്നുമില്ല.
ഷോർട്ട് വീഡിയോ ഒന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ലോങ് വീഡിയോനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പിന്നെ ആ ഒരു പ്രൊമോട്ടിൻ്റെ ആ ഒരു റേഷ്യോ കുറയാൻ നേരം നിങ്ങളെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ താനെ മുകളിലേക്ക് ഉയർന്നു വന്നോളും. അതും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോക്ക് നിങ്ങൾക്ക് വ്യൂ കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ഏതോ ഒരു ലോങ് വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു ട്രെൻഡിങ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ ഒരു ഷോർട്ട് വീഡിയോയുടെ ഇത് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുക. ലോങ് വീഡിയോ നിങ്ങൾ 2-3 ദിവസം ഇടവിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടിയ 3 ദിവസം. ഇന്നൊരു ലോങ് വീഡിയോ ചെയ്തെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് അടുത്ത ലോങ് വീഡിയോ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ലോങ് വീഡിയോ ചെയ്തു, നാളെ ലോങ് വീഡിയോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഷോർട്ട് വീഡിയോ നിങ്ങൾ എന്നും ചെയ്തേ പറ്റൂ. ഷോർട്ട് വീഡിയോ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ടൈം എത്രയാണോ അത് ഫസ്റ്റ് ടൈം നിങ്ങൾ എപ്പോഴാണോ ഷോർട്ട് വീഡിയോ നിങ്ങൾ ആഡ് ചെയ്യുന്ന നാളെയും ആ ടൈമിൽ ഷോർട്ട് വീഡിയോ മസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കണം. അതാണ് യൂട്യൂബിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. ഒരു സ്ട്രെയിറ്റ് പ്രോസസ്സ് അതാണ്. അങ്ങനെ വേണം ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഒരിക്കലും മുടക്കി കളയരുത്. എന്തെങ്കിലും അത്യാവശ്യക്കാരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കാം. പക്ഷേ ഇന്ന് ചെയ്ത നാളെ ആ ടൈമിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സിമ്പിൾ ടൈറ്റിലായിരിക്കണം. ഇപ്പം മിന്നൽ വള സോങ് സ്റ്റാറ്റസ് അതൊരൊറ്റ ലൈനാണത്. അങ്ങനത്തെ ഒരൊറ്റ വരി മാത്രമേ നിങ്ങൾ ഷോർട്ട് വീഡിയോ ടൈറ്റിൽ വയ്ക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പം ഒരു എക്സാമ്പിൾ തമന്ന ലേറ്റസ്റ്റ് ഫോട്ടോസ്. അപ്പോൾ അത് അത്രയും ഒറ്റ ലൈനാണത്. അങ്ങനെ മാത്രമേ വെക്കാവൂ. അത് തമന്ന എന്ന് എഴുതിയിട്ട് ഫോട്ടോഷൂട്ട് ഇത്ര മാത്രമേ വെക്കാവൂ. ലേറ്റസ്റ്റ് ഫോട്ടോഷൂട്ട് അത്ര വെക്കാവൂ. പിന്നെ ലെങ്ത്ത് കുറവായിരിക്കണം. ഷോർട്ട് വീഡിയോയുടെ ടൈറ്റിൽ ലെങ്ത്ത് കുറവായിരിക്കണം. പിന്നെ ഈ 2 കാര്യങ്ങളോട് നിങ്ങൾ യൂസ് ചെയ്യണം. ഷോർട്ട് സ്പീഡ്, ഷോർട്ട് ഇതും കൂടെ യൂസ് ചെയ്യണം. അപ്പോഴാണ് യൂട്യൂബ് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോനെ ഷോർട്ട് സെക്ഷനിൽ കൊണ്ടിട്ട് പ്രൊമോട്ട് കൊടുക്കുന്നത്, ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ യൂട്യൂബിൽ ടൈറ്റിൽ വെക്കുന്ന ആൾക്കാർ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷ് ടൈറ്റിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മലയാളം ടൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ടൈറ്റിൽ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷാണ് ബെറ്റർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എമ്പുരാൻ റിവ്യൂ എന്ന്, പക്ഷേ എമ്പുരാൻ റിവ്യൂ ഇംഗ്ലീഷ് ടൈറ്റിൽ വെച്ച് അത് മലയാളം ടൈറ്റിലാണെങ്കിൽ അത് ഭയങ്കര വെറുപ്പിക്കലായിരിക്കും. അപ്പോൾ എമ്പുരാൻ ടൈറ്റിൽ ഇംഗ്ലീഷ് മതി. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയാണ് നിങ്ങൾ പറയാനുള്ളെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ദിയയുടെ സ്ഥാപനത്തിലെ ഒരു മോഷണത്തിനെ പറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് വെക്കാം. അതൊക്കെ സിമ്പിൾ കാര്യമാണ്. അങ്ങനത്തെ ഈ സംഭവങ്ങളെ പറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒന്ന് സിനിമ റിവ്യൂ, സിനിമ അപ്ഡേറ്റ്, റിയാക്ഷൻ വീഡിയോ, അഭിപ്രായങ്ങൾ പറയുന്ന വീഡിയോ, കുക്കിംഗ് വീഡിയോ ഒക്കെ നല്ലതാണ്. വ്ളോഗ്, ട്രാവൽ വ്ളോഗെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്നതാണ് റിയാക്ഷൻ വീഡിയോയും സിനിമ റിവ്യൂ. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ തരുന്ന ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ ഇത് പറയാൻ വേണ്ടി കാരണം ഒരു മികച്ച ജോലി കിട്ടാത്ത യുവാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരം വരട്ടെ എന്നുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ജോലി നല്ലതായില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ട്രഗിൾ നിങ്ങൾക്കൊന്ന് കിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് ധൈര്യമായിട്ടൊന്ന് അവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ കരിയറും ഗ്രോത്ത് ആവും, നിങ്ങൾ രക്ഷപ്പെടും ലൈഫിനകത്ത്. എല്ലാം നശിക്കാൻ നേരത്ത് അവസാനം വന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്പേസാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങളെ കഴിവ് നിങ്ങൾ അവിടെ കാണിച്ച് നിങ്ങൾ രക്ഷപ്പെടും. ഞാനാണ് ഗ്യാരണ്ടി പറയുന്നത്. അതിൽ നിങ്ങൾ എന്തുമാത്രം ഇൻപുട്ട് ഇട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു നിങ്ങൾ രക്ഷപ്പെടും. പിന്നെ കോപ്പി റൈറ്റും റീയൂസ്ഡ് കണ്ടന്റ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പം അഡീഷണൽ ഏതെങ്കിലും ഒരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഷോട്ടിൽ പോയിട്ട് അതിൻ്റെ ഒരു സോങ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ മാത്രമാക്കിയിട്ട് ആ ഒരു ഷോർട്ട് വീഡിയോ കട്ട് ചെയ്ത് ഇത്ര സ്പേസ് എടുത്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്നിട്ട് ആഡ് മ്യൂസിക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോങ് വീഡിയോസ് ഒരിക്കലും നിങ്ങൾക്ക് ആഡ് മ്യൂസിക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ലോങ് വീഡിയോസ് ഒന്നും എടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ലോങ് വീഡിയോ നിങ്ങളുടെ വീഡിയോ തന്നെ ആയിരിക്കണം ഈ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരു കണ്ടന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് ഒരിക്കലും അപ്ലോഡ് ചെയ്താൽ കോപ്പി റൈറ്റ് വരും. അങ്ങനെ നിങ്ങൾക്ക് ചാനലിൻ്റെ മോട്ടിവേഷൻ പോകും. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യൂട്യൂബിലേക്ക് വരിക, വരുമാനം നേടുക. ഇതൊക്കെയാണ് യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. യൂട്യൂബ് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വരാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആവാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് മാക്സിമം നിങ്ങൾ ഇത് യൂട്യൂബിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കൊരു പ്രൊഫഷൻ കിട്ടിയില്ല, സക്സസ് ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യുക, വിജയിക്കുക. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ കുറച്ച് കാരണങ്ങൾ. പിന്നെ മോണിറ്റൈസേഷൻ ആവാൻ നേരത്ത് 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും പൂർത്തിയാകുമ്പോൾ
യൂട്യൂബിൻ്റെ YT സ്റ്റുഡിയോ തന്നെ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് വ്യക്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, തമ്പനെയിൽ എന്നൊരു സംഭവമുണ്ട്. തമ്പനെയിൽ അതിനെപ്പറ്റിയൊരു കാര്യം പറഞ്ഞാൽ, തമ്പനെയിൽ ഉണ്ടാക്കാനാണെങ്കിൽ പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അതിനകത്ത് പേയ്മെൻറ്റാണ് ഒരു 89 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ തമ്പനെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് വളരെ ഈസി ആയിട്ട് തമ്പനെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതിൽ നിങ്ങൾ മാക്സിമം ഒരു 89 രൂപ എവിടെന്നേലും ഒപ്പിച്ച് 89 രൂപ വെച്ചൊരു പേയ്മെൻറ്റ് എടുത്തിട്ട്, പിക്സാർട്ട് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ. അതെടുത്തിട്ട് നിങ്ങൾ തമ്പനെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഈ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ വരും. ബാക്ക്ഗ്രൗണ്ട് അവിടെയാണ് ഇത് ആഡ് ചെയ്യേണ്ട. അതൊക്കെ നിങ്ങൾക്കത് ചെയ്യാൻ മനസ്സിലായിക്കോളൂ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് റിമൂവ് BG കൊടുത്ത് അത് സെറ്റ് ചെയ്തിട്ട്, പിന്നെ നിങ്ങൾ സിനിമയുടെ റിവ്യൂ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിവ്യൂ ആണോ ചെയ്യുന്ന, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അത് കാണുമ്പോഴേ മനസ്സിലാവും, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പം പിക്സാർട്ട് യൂസ് ചെയ്യുക. ഈ ഒരു ഏതിനാണ് തമ്പനെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പിക്സാർട്ട് ചൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രമേ പറയുള്ളൂ. ഇനി പറഞ്ഞ് നിങ്ങൾ ഒരുപാട് മുഷിപ്പിക്കുന്നില്ല. ആ ഒരു കാര്യം വെച്ച് ഇത്രയും മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യൂട്യൂബിൽ സക്സസ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇപ്പോൾ യൂട്യൂബിൽ വന്നവർക്കും അറിയാത്തവർക്കും താല്പര്യമുള്ളവർക്കും വേണ്ടി ഒന്നുകൂടെ പറയുകയാണത്, ഈ ഒരു ഫോർമാറ്റ് വേണം ലോങ് വീഡിയോ എടുക്കേണ്ട, ഇങ്ങനെ വേണം ഷോർട്ട് വീഡിയോ എടുക്കേണ്ട, ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം വെച്ച് പിന്നെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ മാക്സിമം യൂസ് ചെയ്യുക, പിക്സാർട്ട് യൂസ് ചെയ്യുക, തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക, YT സ്റ്റുഡിയോ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ വീഡിയോ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എല്ലാം റെഡി ആയിട്ട് വരും. ഡിസ്ക്രിപ്ഷനിൽ വേണം ഈ ഒരു ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇത്ര കാര്യം മാത്രമേ പറയുള്ളൂ. ഇതാണ് യൂട്യൂബിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഉപകാരപ്പെട്ടെങ്കിൽ യൂട്യൂബിലേക്ക് വന്ന ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുള്ളൂ പറയാനായിട്ട്.